ഹലോ ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കും PSCയുടെ മറ്റു പരീക്ഷകൾക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഞാനിവിടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ആയി തരുന്നുണ്ട്. നമ്മൾക്കത് വിശകലനം ചെയ്യാം. നിങ്ങളിത് നല്ലതുപോലെ കേട്ട് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി PSC പരീക്ഷകൾ എഴുതുക. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് അധിക നാളുകളില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരീക്ഷ നടത്തുന്നതാണ്. നല്ലതുപോലെ എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ എല്ലാ സബ്ജക്റ്റും മലയാളവും ഇംഗ്ലീഷും GKയും കറണ്ട് അഫയേഴ്സും മാത്സും എല്ലാം ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും എല്ലാം ഞാൻ ഓരോ എപ്പിസോഡുകളിലായി ചെയ്തിടുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് കുറച്ച് മാത്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. സെക്രട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കും PSCയുടെ മറ്റെല്ലാ പരീക്ഷകൾക്കും അത്യാവശ്യം വേണ്ട കുറച്ച് കണക്കുകളാണ് ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത്. നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 പേരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം. ഇതിൽ നിന്ന് 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി പകരം 40 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാൾ വന്നു എങ്കിൽ ഇപ്പോഴുള്ള ശരാശരി എത്ര? നമ്മൾക്കറിയാം, ടോട്ടൽ തൂക്കത്തിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ടോട്ടൽ തൂക്കം എന്ന് പറയുന്നത് 5 × 45 കിലോഗ്രാമാണ്. 225 കിലോഗ്രാം ആയിരുന്നു. അതിൽ 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി. അപ്പോൾ ഉള്ള തൂക്കം എന്ന് പറഞ്ഞാൽ 175 കിലോഗ്രാമാണ്. പിന്നെ 40 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ വന്നു. അപ്പോൾ നമ്മൾക്ക് 215 എന്ന് കിട്ടും. 175 നിന്ന് 215 മാറും 40 കിലോഗ്രാം കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഇപ്പോഴുള്ള ശരാശരി എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് 215 കിലോഗ്രാമാണ് നമ്മൾക്ക് ഇപ്പോഴുള്ളത്. നമ്പർ ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് 5ആണ്. അപ്പോൾ ശരാശരി തൂക്കം എന്ന് പറയുന്നത് ആകെ തൂക്കത്തിന് നമ്മൾ എത്ര നമ്പറുണ്ട്, എത്ര ആൾക്കാരുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 215 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമുക്ക് 43 കിലോഗ്രാം എന്ന് കിട്ടും. നമ്മളുടെ ആൻസർ 43 കിലോഗ്രാം ആണ്. നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻസ് 47, 46, 43, 42 എന്ന് തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 43 കിലോഗ്രാം ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12.5% പകുതിയുടെ ദശാംശ രൂപം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12.5% പകുതി എന്ന് പറയുമ്പോൾ 6.25% എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ 6.25% ദശാംശ രൂപം എത്ര എന്നാണ്. അപ്പോൾ ദശാംശ രൂപം കണ്ടുപിടിക്കാൻ നമ്മൾ പെർസെൻറ്റേജ് സൈൻ മാറ്റിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് 6.25 എന്നുള്ളതിന് മാറ്റി നമ്മൾക്ക് 25/4 എന്ന് എഴുതാൻ പറ്റും. 6 × 4 24, 24 + 1 25, 25 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 4% എന്ന് കിട്ടും. അത് 25 ഡിവൈഡഡ് ബൈ 4 പിന്നെ പെർസെൻറ്റേജ് സൈൻ മാറാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 4 × 100 അപ്പോൾ 400 ആകും. 25 ഡിവൈഡഡ് ബൈ 4 × 100 എന്ന് കിട്ടും. അപ്പോൾ 1/16 എന്ന് കിട്ടും. 1/16 എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. ഇതാണ് നമ്മളുടെ ആൻസർ. 0.0625, 0.625, 0.0125, 0.125 ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.0625 ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 48 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? അപ്പോൾ നമ്മൾക്കറിയാം എത്ര ദൂരം യാത്ര ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുല വേഗം ഇൻറ്റു സമയമാണ്. ഇവിടെ വേഗം എന്ന് പറയുന്നത് 48 km/h ആണ്. സമയം 5 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര ദൂരം എന്നുള്ളത് 48 × 5 = 240 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. നമ്മൾക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 200 കിലോമീറ്റർ, 240 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 150 കിലോമീറ്റർ. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 240 കിലോമീറ്റർ ആണ്. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 3/16 + 5/64 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 1/2 + 3/16 + 5/64 ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൻ്റെ ലസാഗു കാണണം. അപ്പോൾ 2
1664. ഇതിൻ്റെ ലസാഗു കാണുമ്പോൾ കോമൺ ഫാക്ടർ 2 എടുക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1832 എന്ന് കിട്ടും. ഇനി അതിൽ 1832 കോമൺ ഫാക്ടർ 8 കിട്ടും. അപ്പോൾ 1832 8 വരുമ്പോൾ 114 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ലസാഗു എന്ന് പറയുന്നത് 114 ആണ്. അപ്പോൾ 2 × 8 × 4 എന്ന് കിട്ടും. 2 × 8 × 4 എത്രയാണ്? 64. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ 64 എന്ന് വരും. അപ്പോൾ 1/2 നമ്മൾക്ക് എങ്ങനെ എഴുതാം? 64-ൽ 1/2 എന്ന് പറയുമ്പോൾ 64 ഡിവൈഡഡ് ബൈ 2 എത്ര? 32. 32 ഇൻറ്റു മുകളിലത്തെ ന്യൂമറേറ്ററിലെ 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 തന്നെയാണ്. അപ്പോൾ 32 പ്ലസ് അടുത്ത 64-ൽ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4 വരും. 4 × 3 എത്ര വരും? 12 വരും. അപ്പോൾ മുകളിൽ 12 വരും. പ്ലസ് 64-ൽ പിന്നെ എത്ര വരും? 64-ൽ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 1 × 5 5 വരും. അപ്പോൾ നമ്മൾക്ക് 32 + 12 + 5 ഡിവൈഡഡ് ബൈ 64 എന്നാണ് വരുന്നത്. അപ്പോൾ 49/64 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. 49/64. നമ്മൾക്ക് 4 ഓപ്ഷനിൽ തന്നിട്ടുള്ളത് 9/82, 49/64, 9/32, 9/64 ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ 49/64 ആണ്. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ഇത് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ആ 50% ആപ്പിൾ വിറ്റപ്പോൾ പിന്നെ അയാളുടെ കയ്യിൽ 50% ആപ്പിളല്ലേ കാണുള്ളൂ. ആ 50% ആപ്പിൾ എന്ന് പറയുന്നത് 450 ആപ്പിളാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? 100% ടോട്ടൽ. അപ്പോൾ 450ഉം 450ഉം കൂടെ കൂട്ടുമ്പോൾ 900 അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ ആപ്പിൾ. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 100, 200, 500, 900. അപ്പോൾ നമ്മൾക്കറിയാം 900 ഉണ്ടായിരുന്ന ടോട്ടൽ ആപ്പിൾ. PSC പരീക്ഷകളുടെ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സമഗ്ര പരിശീലനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക.